ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന ആയുർവേദിക് കോറിലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അസ്ഥിക്ഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ അസ്ഥി എല്ലുകൾ, അതായത് പുതിയ അസ്ഥി കോശങ്ങൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാകാതിരിക്കുകയും അതുപോലെ തന്നെ പഴയത് നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് അസ്ഥിക്ഷയം ഉണ്ടാകുന്നത്. ഇതുമൂലം അസ്ഥികൾ പെട്ടെന്ന് പൊട്ടാനും കാരണമാകുന്നു. അതുകൊണ്ട് അത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അതായത് അവർക്ക് ഈസ്ട്രജൻ്റെ ഹോർമോണിൻ്റെ ലെവല് ആർത്തവവിരാമത്തിന് ശേഷം കുറയുകയും അത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷന് വഴിതെളിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഇതിൻ്റെ ചികിത്സ നേരത്തെ എടുക്കുകയും അത് ഭേദമാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് സ്ലോലി പ്രോഗ്രസിങ് ഡിസീസാണ്. അതായത് പതുക്കെ ഇത് മൂർച്ഛിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. വളരെ സമയമെടുത്ത് മൂർച്ഛിക്കുന്ന ഒരു അസുഖം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ ഇത് ഓസ്റ്റിയോപൊറോസിസ് ഉള്ള ആൾക്കാരിൽ നമുക്ക് സാധാരണയായിട്ട് വളരെ സമയം കഴിയുമ്പോൾ ഒരുപാട് രോഗാവസ്ഥ മൂർച്ഛിക്കുന്ന സമയത്ത് ഹൈറ്റ് കുറയുകയും അതുപോലെ തന്നെ കൂനുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ബാക്ക് പെയിൻ, നടുവേദന, അതുപോലെ സന്ധിവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് നേരത്തെ ഇതിനെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇതിന് അവൈലബിൾ എന്ന് നോക്കാം. അതായത് ഗന്ധതൈലം നല്ലൊരു ഓപ്ഷനാണ്. ഗന്ധതൈലം എന്ന് പറയുന്നത് നമ്മുടെ എള്ളൊക്കെ ചേർത്ത എള്ള് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ഒരു തൈലം തന്നെയാണ് ഗന്ധതൈലം. ഇതിൽ ഉപയോഗിക്കുന്ന തൈലം നമ്മുടെ എള്ളെണ്ണയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് ഇരട്ടി മധുരവും അതുപോലെ തന്നെ പാലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു തൈലമാണ് ഗന്ധതൈലം. ഗന്ധതൈലം നമ്മൾ ഉള്ളിൽ സേവിക്കാം, അതുപോലെ തന്നെ പുറമേ പുരട്ടുകയും ചെയ്യാം. ഗന്ധതൈലം പുരട്ടുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള കണ്ടീഷൻസിന്. അത് അസ്ഥികളെ ഊറി പിടിക്കാനും അതുപോലെ തന്നെ ഉളുക്ക്, ചതവ് ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ് ഗന്ധതൈലത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ലശുന ക്ഷീരഭാഗം, അതായത് വെളുത്തുള്ളിയിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കൂട്ടാനായിട്ട് ഈ വെളുത്തുള്ളിയുടെ ഉപയോഗം നമുക്ക് സഹായകരമായിരിക്കും. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി 2 അല്ലിയോ 1 അല്ലിയോ എടുത്ത് നമ്മൾ അര ഗ്ലാസ് പാലിൽ ചൂടാക്കി 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം 1/2 ഗ്ലാസ്സായിട്ട് ഇത് വറ്റിക്കുക. അതിനുശേഷം ഈ 1/2 ഗ്ലാസ് പാല് കുടിക്കുന്നത്, വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് പാല് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നമുക്ക് കാൽഷ്യം അബ്സോർപ്ഷനും അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയും ഒക്കെ കിട്ടാനൊക്കെ നമുക്ക് വളരെ ഫലപ്രദമാണ് ഈ ലശുന ക്ഷീരഭാഗം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാക്ഷ ഗുഗ്ലു, അതായത് കോലരക്കിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കോലരക്കിൻ്റെ പൊടി. കോലരക്ക് നമുക്ക് അതിൻ്റെ തൈലവും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ലാക്ഷാദി തൈലം എന്ന് പറയും. ലാക്ഷ എന്ന് പറയുന്നത് ഈ കോലരക്കിൻ്റെ സാൻസ്ക്രിറ്റ് നെയിമാണ് ലാക്ഷ. അപ്പം നമുക്ക് ഈ ലാക്ഷാദി തൈലം ചൂടാക്കി പുരട്ടുന്നതും ഈ എല്ലുകൾക്ക് ബലം കിട്ടാനും, അതുപോലെ തന്നെ ലാക്ഷ ഗുഗ്ലു എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. ഇത് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ കാൽഷ്യം ലെവൽസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ബോണിന് സ്ട്രെങ്ത് കിട്ടാനും ഒക്കെ ഈ അസ്ഥി ബലക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ലാക്ഷ ഗുഗ്ലു എന്ന് പറയുന്ന ടാബ്ലറ്റ്. മാത്രമല്ല ഗന്ധതൈലത്തിൻ്റെ തന്നെ സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ റാഗി നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അതായത് നമുക്ക് കൂരവ് നമ്മൾ സാധാരണ കുടിക്കുകയാണെങ്കിൽ നമുക്ക് പന്നിപ്പുല്ലെന്നൊക്കെ പറയുന്ന നമ്മൾ റാഗി അത് യൂസ് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. കാരണം അതിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നവർ എടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ റാഗിയും കൂടെ കഴിക്കുന്നതും നല്ല ഫലപ്രദമായിരിക്കും. മാത്രമല്ല നമുക്ക് കിഴികളൊക്കെ പ്രത്യേക തരത്തിലുള്ള കിഴികളൊക്കെ അവൈലബിൾ ആണ് ആയുർവേദത്തിൽ. അതായത് ഞവരക്കിഴി, ഇതൊക്കെ ബ്രഹ്മണ സ്വഭാവമുള്ള, അതായത് നമ്മുടെ മസിലുകൾ, അതായത് നമ്മുടെ പേശികൾക്കൊക്കെ ബലം കൊടുക്കുന്ന തരത്തിലുള്ള കിഴികൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആയുർവേദത്തിൽ. അത് ഞവരക്കിഴി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചെയ്യാൻ പറ്റുന്ന വസ്തി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത്
നമ്മുടെ ഏനസിലൂടെ കൊടുക്കുന്ന മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അത് അബ്സോർബ് ചെയ്യുന്ന ഏനസ് വഴി അബ്സോർപ്ഷനുള്ള മെഡിസിൻസ് കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ വസ്തി. അപ്പോൾ അതിൽ തന്നെ ക്ഷീരവസ്തിയൊക്കെ കൊടുക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതിൽ പാലിൻ്റെ അംശം, നമ്മൾ പാൽ കൂടുതൽ കുടിക്കുന്നതും നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം പാലിൻ്റെ ആ ഒരു അംശം നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നത് നമ്മുടെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ നല്ല ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ മസിൽസിന് നമുക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനും ഒക്കെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ പാല് പാകം ചെയ്തെടുക്കുന്ന മെഡിസിൻസാണ് സാധാരണ നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷൻസിന് സാധാരണ കൊടുക്കുന്ന ഗന്ധതൈലമായാലും അതുപോലെ തന്നെ ക്ഷീരവസ്തിയൊക്കെ ആയാലും അതുപോലത്തെയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എന്ന് പറയുന്നത് ലാക്ഷാതി തൈലം നമ്മൾ ചൂടാക്കി പുരട്ടുന്നതും വളരെ ഫലപ്രദമാണ്. അതായത് ലാക്ഷ എന്ന് പറയുന്നത് ജോയിൻറ്റ് ഈ ഫ്രാക്ചേഴ്സ്, അത് പൊട്ടലുകൾ പെട്ടെന്ന് ഊറിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ലാക്ഷ, അതായത് കോലരക്ക്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് പൊടി വാങ്ങിച്ച് ഈ എള്ളെണ്ണ തന്നെ ഉപയോഗിച്ച് അത് ഒരു തൈലമാക്കി പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെങ്കിൽ അത് പുരട്ടാൻ പറ്റുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ ലശുന ക്ഷീരഭാഗം, അതായത് വെളുത്തുള്ളിയുടെ ഉപയോഗം കൂട്ടുന്നതും നല്ലതായിരിക്കും. അത് നമുക്ക് കാൽഷ്യം അബ്സോർപ്ഷനും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ വെളുത്തുള്ളി അരച്ച് പുരട്ടുന്നതും ഒക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എള്ളിൻ്റെ ഉപയോഗവും വളരെ ഫലപ്രദമാണ്. എള്ളും അതുപോലെ തന്നെ എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ വളരെ ഫലപ്രദമായിരിക്കും. ഇത് അസ്ഥികൾക്ക് ബലം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് എള്ളിൻ്റെ ഉപയോഗം. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.